ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ദുബായിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ജോലി തേടി വന്നതാണ്. അപ്പോഴും ആ, അപ്പം എനിക്ക് ഇതിനിടയിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു നമുക്ക് നാട്ടിൽ നിന്ന് ദുബായിലോട്ട് ഒരു ജോലി തേടി വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ വളരെയധികം മത്സരമാണ് എല്ലാ ജോലിക്കും. എന്ത് ജോലിയായാലും വളരെയധികം മത്സരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിസയൊക്കെ കിട്ടുന്ന ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെയധികം പാടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിന്ന് പ്രധാനമായും വന്നിട്ടുള്ളത് ഞാൻ മുന്നേ ചെയ്ത ഞങ്ങളുടെ ഈ പെർഫ്യൂമിൻ്റെ വീഡിയോസ് ഒക്കെ, പെർഫ്യൂം സെക്ഷൻ, മെൻസ് ഗ്രൂമിങ് സെക്ഷനിൽ നിന്നുള്ള വീഡിയോസ് വളരെയധികം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ഞാൻ ഇനി നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു ജോലി തേടി വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിന്ന് മെയിനായി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ, നാട്ടിൽ നിന്ന് നമ്മളൊരു ജോലി തേടി ദുബായിലേക്കും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും വരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളത് മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അറ്റസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ അറ്റസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ജോലി കിട്ടാതെ പോയ കുറച്ച് പേരുടെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അവരെ നേരിട്ട് ഞാൻ കണ്ടതാണ്. അറ്റസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ ഇൻ്റർവ്യൂവിൽ നിന്നും പുറത്തായി. അവർക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ആ ജോബിനുള്ളതുണ്ട്. പക്ഷേ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ കൊണ്ട് ജോലി അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ഇൻഫോർമേറ്റീവാണ്. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബിക്കോസ് 2 മാസം ആവാറായിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ വന്നിട്ടൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷാർജയിൽ എനിക്കൊരു ജോലി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് ജോയിൻ ആവുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ പറയുന്നത് അറ്റസ്റ്റേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇച്ചിരി മറന്നു പോയതൊക്കെ കൊണ്ട് ഞാൻ ഒരു പോയിൻറ്റ്സ് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ള് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് അധികം വെയിറ്റ് ചെയ്യിക്കേണ്ട, നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ അറ്റസ്റ്റേഷനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തിരിക്കണം. കാരണം UAE കുറേ ആൾക്കാർ അവർക്ക് അറ്റസ്റ്റ് ചെയ്യാതെ വന്നിട്ട് ജോലി കിട്ടാത്തതായിട്ട് ഞാൻ മുൻപേ പറഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നാട്ടിൽ നിന്ന് UAEയുടെ എംബസി അറ്റസ്റ്റേഷൻ, നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് വരാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ, നമ്മൾ അടുത്തുള്ള അക്ഷയോ ഇൻ്റർനെറ്റ് സെൻറ്ററിലോ പോയിട്ട് അവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ആദ്യം നമുക്ക് നോർക്കയിൽ ഒരു ചെറിയൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നാട്ടിൽ പല തേർഡ് പാർട്ടി ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ നോർക്കയാണ് ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ കീഴിൽ, ഗവൺമെൻറ്റിൻ്റെ കീഴിലായതിനാൽ നമുക്ക് ഒട്ടേറെ ബെനിഫിറ്റ് പറയാൻ പറ്റത്തില്ല. പേയ്മെൻറ്റ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിശ്വസിക്കാം. ഈ തേർഡ് പാർട്ടി അവിടെയൊക്കെ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മിസ്സൊക്കെ ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു ഏജൻസിയാണ് നോർക്ക. പിന്നെ നമുക്ക് അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് www.register.notcaroots.org എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കൊരു പുതിയൊരു യൂസർ ID രജിസ്റ്റർ ചെയ്യണം. അതിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ നെയിം, അഡ്രസ്സ്, പാസ്പോർട്ട് നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ്, മെയില്, ന്യൂ പാസ്വേഡ് എന്നിവ വെച്ചിട്ടൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് ഒരു OTP വരും. OTP വന്നതിന് ശേഷം ഒന്നും കൂടി നമ്മൾ തിരിച്ച് ലോഗിൻ ചെയ്യുക.
അപ്പോൾ നമ്മൾ അതിൽ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്തു, നമ്മൾ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു, അകത്ത് കയറി. അതിനുശേഷം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോകുക. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അറ്റസ്റ്റേഷൻ സെൻറ്ററുകൾ. അപ്പം കേരളത്തിൽ 3 അറ്റസ്റ്റേഷൻ സെൻറ്ററുകളാണുള്ളത്: ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് അടുത്തുള്ളത് ആ സെൻറ്ററിലോട്ടുള്ള അറ്റസ്റ്റേഷൻ ഡേറ്റ് എടുത്തിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു 2 ദിവസം മുമ്പേ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കൊടുത്താൽ പോലും നമുക്ക് കിട്ടുന്നതായിരിക്കും, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഡേറ്റ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള സമയം. അപ്പം നമുക്ക് 10 to 11 വേണമെങ്കിൽ എടുക്കാം, 11 to 12, അങ്ങനെ ഓരോ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഫോട്ടോസ്, ഒരു ID പ്രൂഫ് എന്നിവ കൃത്യമായിട്ട് വേണം. അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ സ്പൗസിനാണെങ്കിലോ നമ്മുടെ സിബ്ലിങ്സിനാണെങ്കിലോ ഫാദർ മദറിനൊക്കെ ആണെങ്കിൽ അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ, സ്പൗസ് ആണെങ്കിൽ മേരേജ് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ആവശ്യമാണ്. പിന്നെയുള്ള കാര്യങ്ങൾ, നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്തിൽ അവസാനം അതായത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയം നമ്മുടെ കുറച്ച് അറ്റസ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കോപ്പി, സ്കാൻഡ് കോപ്പി, പിന്നെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് ഫ്രണ്ട് ബാക്ക്, ഇതിൻ്റെ എല്ലാം സ്കാൻഡ് PDF നമുക്ക് അപ്ലോഡ് ചെയ്ത് വരും. അതിനുശേഷം അവസാനം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം അത് നമ്മൾ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് നോൺ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അതായത് ടൈറ്റിലിൽ നോൺ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എന്നാണ് വരേണ്ടത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞു, ഇന്ന ദിവസത്തേക്ക് ഇന്ന സമയത്തേക്ക് ഇന്ന സെൻറ്ററിൽ അപ്പോയിൻമെൻറ്റ്. അപ്പം നമ്മളൊരു അരമണിക്കൂർ മുമ്പേ കൃത്യമായിട്ട് എത്തിയിരിക്കണം. അവിടെ കാണാൻ നല്ല ക്യൂ ആയിരിക്കും. നമ്മൾ അരമണിക്കൂർ മുമ്പേ കൃത്യമായിട്ട് എത്താൻ നോക്കണം. കാരണം നമുക്ക് ഉള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എല്ലാം വെരിഫൈ മീൻസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതെന്ന് ഞാൻ അടുത്ത് പറയാം. പാസ്പോർട്ട് ഒറിജിനൽ, അതിൻ്റെ ഒരു ഫ്രണ്ട് ബാക്ക് ഉള്ളതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 കോപ്പിയിൽ എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് വിദേശത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ പാസ്പോർട്ടിൻ്റെ ഒരു കളർ പ്രിൻറ്റഡ് 3 കോപ്പിയും പിന്നെ പുള്ളിയുടെ വാലിഡ് വിസ പേപ്പറിൻ്റെ 2 കോപ്പിയും കൂടെ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് SSLC, നമ്മൾ 10th സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെ +2 സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ എപ്പോഴും അറ്റസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ളത് ഡിപ്ലോമയാണോ, അല്ലെങ്കിൽ ITI ആണോ, അല്ലെങ്കിൽ ഡിഗ്രി ആണോ, ഏതാണോ വേണ്ടത്, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും എക്സ്പീരിയൻസ് പേപ്പറൊന്നുമല്ല, സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമുക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും അതിൻ്റെ ഒരു 3 കോപ്പീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി, കുഴപ്പമില്ല. ഇതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതായത് ഫുള്ള് സെമ്മായിട്ടുള്ളതിൻ്റെയും പിന്നെ ഇയർ ബേസ്ഡ് ആയിട്ടുള്ളതും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്, സപ്ലിമെൻ്ററി എന്തുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒറിജിനലും കൊണ്ടുവരണം. അതിൻ്റെ ഒരു 3 കോപ്പി വീതം കൊണ്ടുവരണം. ITI, ഡിപ്ലോമ, ഡിഗ്രി ഏതാണെങ്കിലും കൊണ്ടുവരണം. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി, എല്ലാത്തിൻ്റെ ഒരു 3 കോപ്പിയെങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുവരണം. കാരണം അവിടെ നമുക്ക് ആവശ്യമുണ്ട്, സെൻറ്ററിൽ ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി, നമ്മുടെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിന് 5000 സംതിങ് രൂപയാണ് മേടിക്കുന്നത്. എനിക്ക് 5500 രൂപയാണ് ഒരു സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു സംശയം, മാർക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാർക്ക് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം ചെയ്താൽ മതി. കാരണം വെച്ചാൽ മാർക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂടെ 5500 രൂപയാണ്. പക്ഷേ ഇവിടെ ദുബായിലും UAEയിലും ഗൾഫിലൊക്കെ വരുമ്പോൾ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യമില്ല, അത് ജസ്റ്റ് കാണിച്ചാൽ മതി. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ UAEയുടെ എംബസി അറ്റസ്റ്റ് ചെയ്ത ആ സീല് മാത്രം കാണിച്ചാൽ, സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം, മാർക്ക് ലിസ്റ്റിൽ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, പൈസ വെറുതെ പോകും. പിന്നെ ഞാൻ അതോറിറ്റിയോട് ചോദിച്ചതാണ്. അപ്പോൾ അവർ ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സർട്ടിഫിക്കറ്റിൽ മാത്രം ചെയ്താൽ മതി, മാർക്ക് ലിസ്റ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത്
പിന്നെ ഏത് അറ്റസ്റ്റേഷൻ്റെ ഫോമാണെങ്കിലും നോർക്കയിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. അതായത് നമുക്ക് MEAടോ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെതോ അല്ലെങ്കിൽ അപ്പോസ്റ്റേലിലാണെന്നെങ്കിലോ എന്ത് ഫോമാണെങ്കിലും നമുക്ക് അതിൻ്റെ ഫോമെല്ലാം നോർക്കയിൽ നിന്നും അവൈലബിൾ ആണ്. ഓക്കെ. എംബസി അറ്റസ്റ്റേഷൻ നോർക്കയിൽ നിന്നും പ്രധാനമായും UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ ആൻഡ് ബഹ്റൈൻ ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ട് എംബസിയിൽ നിന്നുള്ളത് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അവരുടെ എംബസിയിലോട്ട് അയക്കും. ഡൽഹിയിലോ മുംബൈയിലുള്ള അവരുടെ എംബസിയിലോട്ട് അയക്കും. അവരവിടെ നിന്ന് സീൽ വെച്ചിട്ട് തിരിച്ച് നമുക്ക് പോസ്റ്റ് വഴി നേരിട്ട് വീട്ടിലാണ് സർട്ടിഫിക്കറ്റ് വരുന്നത്. കൂടാതെ പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, അവിടെ ഓരോ സർട്ടിഫിക്കറ്റും 5500 5000 മീൻസ് എനിക്ക് UAEയുടെ എംബസി അറ്റസ്റ്റേഷന് പൈസ കൂടുതലാണ്. UAEയുടെ എംബസിക്കുള്ളതിനാണ് കൂടുതൽ ക്യാഷ് ആവുന്നത്. ബാക്കി സൗദി അറേബ്യ, ഖത്തർ അങ്ങോട്ടത്തുള്ളേക്കൊക്കെ ക്യാഷ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പേയ്മെൻറ്റ് വരുന്നത് UPI വഴിയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ്. നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊണ്ട് പോകരുത്. ക്യാഷ് കൊണ്ടുപോയത് അവർ സ്വീകരിക്കുന്നതല്ല. എല്ലാം ഇടപാടും UPI വഴിയാണ് തരുന്നത്. അവിടെ അവർ QR സ്കാൻ വെച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ തുറക്കുക, QR സ്കാൻ ചെയ്യുക, അവർ പറയുന്ന തുക അടയ്ക്കുക. അവർ പ്രിൻ്റ് റെസിപ്റ്റ് തരും, നമുക്കത് പ്രിൻ്റ് ചെയ്ത് തരും എത്രയാണ് നമ്മൾ അടച്ചതെന്നുള്ളതൊക്കെ. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, കേരളത്തിന് പുറത്ത് നിന്ന് പഠിച്ചവർ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ അവിടെ അവർ അറ്റസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന് പുറത്ത് പഠിച്ച ആൾക്കാരെ അതാത് സംസ്ഥാനങ്ങളിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ HRDയുടെ സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്നുള്ള അറ്റസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുക. കാരണം ഞാൻ അറ്റസ്റ്റ് ചെയ്യാൻ പോയ സമയം ബാംഗ്ലൂരും തമിഴ്നാടും പഠിച്ച, അതേ ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗലാപുരമൊക്കെ പഠിച്ച കുറേ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നിരാശരായിട്ട് തിരിച്ചു പോയത് ഞാൻ കണ്ടു. കാരണം എന്ന് വെച്ചാൽ നോർക്കയിൽ നിങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ പഠിച്ചതായിട്ടുള്ള ഒരു പ്രൂഫ് വേണം അവർക്ക്. അതിനാണ് നിങ്ങളുടെ അവിടുത്തെ സംസ്ഥാനങ്ങളിലെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നോർക്കയിൽ ചെയ്യുകയുള്ളൂ. അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക ഈ കാര്യം. നോർക്കയിൽ മെയിനായിട്ട് കേരളത്തിൽ നിന്ന് അകത്ത് പഠിച്ചവരുടെ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ എംബസി അപ്പോസ്റ്റൈൽ അറ്റസ്റ്റേഷൻ, അതായത് പുറത്തെ സംസ്ഥാനത്ത് നിന്ന് പഠിച്ചവർക്ക് എംബസിയുടെ അപ്പോസ്റ്റൈൽ അറ്റസ്റ്റേഷൻ അസിസ്റ്റൻറ്റ് നോർക്ക തരുന്നതായിരിക്കും. അതൊന്നും പേടിക്കണം. പക്ഷേ നമുക്ക് എംബസിയുടെ അറ്റസ്റ്റേഷൻ, മെയിൻ അറ്റസ്റ്റേഷൻ വേണമെങ്കിൽ നമ്മൾ അപ്പോസ്റ്റൈൽ നോർക്ക തരും. പക്ഷേ എംബസി അറ്റസ്റ്റേഷന് നമ്മൾ ആ സംസ്ഥാനങ്ങളിലെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടത്തുള്ള അറ്റസ്റ്റെങ്കിൽ മാത്രമേ നമുക്കിവിടെ നോർക്ക അറ്റസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അടുത്തത്, ഓരോരോ സർട്ടിഫിക്കറ്റും വെവ്വേറെ അറ്റസ്റ്റ് ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ ഒരെണ്ണം കൊടുത്താൽ മതി, എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റാണ് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോഴേ നമ്മൾ ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന ഇതാണ് വേണ്ടതെന്ന് ഉണ്ട്. ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. പക്ഷെ ക്യാഷ് അടയ്ക്കുമ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ ക്യാഷ്. എനിക്കിപ്പം UAEയുടെ എംബസി അറ്റസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് 5500 പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ 6 മാസത്തേക്ക് മാത്രമേ അറ്റസ്റ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയാം. നമുക്ക് പഠിച്ച് തീർന്നിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോബ് വേക്കൻസിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കോളേജിൽ നിന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് നമുക്ക് 6 മാസത്തേക്ക് അതും അറ്റസ്റ്റ് ചെയ്യാം. 6 മാസത്തേക്കേ വാലിഡിറ്റി ഉള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയി വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ IT ഒക്കെ പഠിച്ച ആൾക്കാർക്ക് 2 വർഷത്തേക്കാണ് അറ്റസ്റ്റ് ചെയ്ത് തരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ MBBS നഴ്സിംഗ് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരേണ്ടി വരും. പിന്നെ നോർക്കയിൽ കുറേ രാജ്യങ്ങളുടെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഹോം അറ്റസ്റ്റേഷനും HRD അറ്റസ്റ്റേഷനും ശേഷം മാത്രം അപ്പോസ്റ്റൽ ചെയ്യാം. അതെനിക്ക് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച അതിൻ്റെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തേണ്ടി വന്നു. അപ്പോൾ നോർക്കയിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകണം, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ പോകണം, അവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ മാത്രം ഉണ്ടെങ്കിലേ നോർക്ക ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പ്രൂഫ് വേണം, നമ്മൾ ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രൂഫ് വേണം.
അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ പഠിച്ച കോളേജിൽ പോകണം, അവിടെ നിന്നുള്ള ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യിക്കും, അവർ നിങ്ങൾ പഠിച്ചതായിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽസും തിരികെ അയച്ചാൽ മാത്രമേ ഞങ്ങൾ ചെയ്തു തരത്തുള്ളൂ എന്ന് ഞാൻ സെക്രട്ടറിയേറ്റ് ഇപ്പം അവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഒരു പ്രശ്നങ്ങളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അതെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് സോൾവ് ചെയ്തായിരുന്നു. ഞാൻ കോളേജിൽ റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ ഇതെനിക്ക് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് വരും, സാറൊന്ന് എത്രയും പെട്ടെന്നാണ് റെഡിയാക്കി കൊടുക്കണം. അത് അവർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. ഒരു 2 ആഴ്ച എടുത്തില്ല, ഒരാഴ്ചക്കകത്ത് തന്നെയാണ് എനിക്ക് കിട്ടി. അവിടെ നിന്ന് നേരെ അവിടെ വന്നു. പിന്നെ അവിടെ നിന്ന് അറ്റസ്റ്റ് ചെയ്തു, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അവിടെ നിന്ന് നേരെ അറ്റസ്റ്റ് ചെയ്ത് ഞാൻ തിരിച്ച് നോർക്കയിൽ കൊടുക്കുകയാണ് ചെയ്തത് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, ആ രാജ്യത്തിലെ കമ്പനി നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. നമുക്ക് പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ പ്രൊഫഷണലായിട്ട് പഠിച്ചൊരു സ്കില്ലഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതിന് പറ്റിയൊരു ജോലി, അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. UAE-ൽ അത് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദയവായി വളരെ ശ്രദ്ധിക്കുക, എല്ലാവരും UAE-യുടെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാവുള്ളൂ. പിന്നെ അവസാനമായി ഞാൻ ഇതിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളുടെ എംബസിക്ക് അറ്റസ്റ്റേഷന് എത്ര രൂപയാണെന്നുള്ള വീഡിയോ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കും. ഞാനിപ്പോൾ വീഡിയോയിൽ കൊടുക്കാം, ഒരു ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാം കൂടി നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ഒരു അറ്റസ്റ്റ് ഞാൻ കൊടുത്തു, പേയ്മെൻ്റ് ഒക്കെ ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നു, എത്ര ദിവസം എടുക്കുമെന്ന് വിചാരിക്കുന്നു. 8 മുതൽ 10 ദിവസം വരെയാണ് നമ്മുടെ ഒരു അറ്റസ്റ്റേഷന് സമയം. അത് ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ നമ്മൾ മാത്രമായിരിക്കത്തില്ല, ഓരോരോ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ അവരുടെ ആയിട്ടുള്ള നോർക്കയോ അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്യുന്ന ഏജൻസികളോ ഒക്കെ ഡൽഹിയിലോട്ടാണ് അയക്കുന്നത്. അവിടെ എല്ലാം പോയി അത് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു വരണം. ഡൽഹിയിൽ പോയിട്ട് വരുന്ന എല്ലാം കൂടെ ഒരു 8-10 ദിവസം പിടിക്കും. ഇനി അഥവാ 8-10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സാധനം എന്തായാലും വരും. ഇനി അഥവാ ഒരു 15 ദിവസവും നോക്കുക, അതിലും കൂടുതൽ വന്നില്ലെങ്കിൽ നോർക്കയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എവിടെ എത്തി എന്നുള്ളത് അവർ എന്തായാലും കറക്റ്റ് പറയുന്നതായിരിക്കും. അപ്പം ഞാൻ എംബസിയുടെ അറ്റസ്റ്റ് ചെയ്ത രൂപം, അതായത് ആ സീൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഈ ഒരു ഇതിലാണ് നമ്മൾക്ക് സ്റ്റിക്കറൊക്കെ വരുന്നത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട്ട് മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്, UAE-ൽ വരുമ്പോൾ നിങ്ങൾ പരമാവധി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. കാരണം ഞാൻ ഇപ്പോൾ ആ കമ്പനിയിൽ ജോയിൻ ആവാൻ പോവാം. അവിടെ നിന്ന് ചോദിച്ച് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം അറ്റസ്റ്റ് ചെയ്തിട്ടാണ്. അവർ ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെ പക്കയാണെന്നുള്ള കാര്യം പറയാം. അപ്പം ക്വാളിഫിക്കേഷൻ അറ്റസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലേ, ആ 10 വെച്ചിട്ട് നമുക്ക് വല്ല ജോലിയായിരിക്കും പിന്നെ കിട്ടുന്നത്. ആ ഒരു ഇതിലായിരിക്കും വിസ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ അൺസ്കില്ലഡിലോട്ടാവും. നമ്മുടെ സ്കില്ലഡ് ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ കയ്യിൽ നിന്ന് പോകും. കാരണം അവർക്ക് അറിയണം നമ്മുടെ സർട്ടിഫിക്കറ്റിനെല്ലാം ഇവിടെ ഒരു പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആകും. ഈ പുള്ളിക്കാരി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലാകും. അല്ലാതെ നമ്മൾ വെറും ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നാൽ അവർക്ക് ഇവിടുത്തെ വെറും ഒരു വെള്ള പേപ്പറിൻ്റെ വാലിഡിറ്റിയേ ഉള്ളൂ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ. അവർക്കത് അറിയണം. അറ്റസ്റ്റ് ചെയ്തതാണെങ്കിൽ അവർക്കറിയാം, ഇത് ഇന്ന കോളേജിൽ പഠിച്ചതാണ്, ഓക്കെ. അവിടുന്ന് അവരുടെ സംസ്ഥാനത്തിന് അറ്റസ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അറ്റസ്റ്റേഷൻ അവർ എംബസി ഇട്ടത്, അതുകൊണ്ട് അതാണ് കൊണ്ടുവന്നിരിക്കുന്നവർക്ക് മനസ്സിലാവണം. അല്ലാതെ നമ്മൾ വെറും ഒരു A4 ഷീറ്റ് പേപ്പറിൻ്റെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ സർട്ടിഫിക്കറ്റിനൊക്കെ. എവിടെ പോയാലും നമ്മുടെ രാജ്യം വിട്ട് പോയി കഴിഞ്ഞാൽ അത്രയൊക്കെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതിൽ ഞാൻ നോർക്കയിൽ പോയി വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അറ്റസ്റ്റ് ചെയ്യാതെ ദയവായി ആരും വരരുത്. ഒരു UAE-ലെത്തേക്കാണെങ്കിൽ ഒരു 5500 ഒരു സർട്ടിഫിക്കറ്റ് പോട്ടെ എന്ന് വിചാരിക്കുക, പൈസ പോട്ടെ. കാരണം നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഏജൻസികളുണ്ട്, അറ്റസ്റ്റ് ചെയ്ത് തരുമെന്ന് പറയും. അതൊക്കെ വളരെയധികം സമയമെടുക്കുന്ന സാധനങ്ങളാണെന്ന് വെച്ചാൽ 1 മാസം സമയം വരെ എടുക്കും. അതേപോലെ കൊള്ള തുകയും മേടിക്കും. നമ്മൾ നാട്ടിലാണെങ്കിൽ 5500 കാര്യം തീരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫീസ് വേറെ,
ഈ സമയം വേറെ. നമുക്ക് 2 മാസത്തെ വിസിറ്റിന് ഇങ്ങനെയാണ് വരുന്നവരാണ് ഇപ്പോൾ ഭൂരിഭാഗം. ഇപ്പോൾ 2 മാസമേ വിസിറ്റ് ഉള്ളൂ. അതിൽ വരുന്ന ഭൂരിഭാഗം പേർക്കും സമയം വേണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ജോലി, ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പാസ്സായി ആ കമ്പനി നമ്മൾ ജോലിക്ക് എടുക്കണമെങ്കിൽ പരമാവധി 20 ദിവസം വേണം. 20 ദിവസം പോലും വിസിറ്റ് ഇല്ലാത്തവർക്ക് ജോലി ഇവിടെ കിട്ടുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഇപ്പം ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് വിസിറ്റ് വിസ 60 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ വന്ന ഉടനെ നമ്മൾ ഇൻ്റർവ്യൂവിന് ഒരാഴ്ചയൊക്കെ സമയമെടുത്ത് CV ഒക്കെ ഒന്ന് റെഡിയാക്കി ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ കോൾ പറഞ്ഞെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1.5 ആഴ്ച സമയം എടുക്കും. ഒരു 10 ദിവസമെങ്കിലും അധികം എടുക്കും ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും വരാൻ. എനിക്കിവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ കോൾ വന്നത് 20ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. 22ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അതുവരെ ഞാൻ എപ്പോഴും ഫുൾ സമയം ഫോണിൽ 100% താഴ്ന്നവരെ ഞാൻ CV അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെ പോയാലും ആദ്യമൊക്കെ ഒരു 30-40 ഒക്കെ അയക്കുമായിരുന്നു. പിന്നെ അത് എങ്ങനെയെങ്കിലും ഒരു 80-70 സംതിങ് ഡെയിലി ഞാൻ CV അയക്കുന്നതാണ്. മെയിൽ വഴി അയക്കുന്നത് ഇൻഡീഡ്, നൗക്കരി, നമ്മുടെ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂട്ടി ടോട്ടൽ ഒരു 70-80 ആക്കി ഞാൻ മാറ്റിയോണ്ട് എനിക്ക് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രമേ ഇൻ്റർവ്യൂ കോൾ വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, സമയം നമുക്കിവിടെ ഒട്ടുമില്ല. നമുക്കിവിടെ വന്ന് കണ്ടെത്തുക, ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെ ടാസ്ക് പിടിച്ച ജോലിയാണ്. എത്രയും പെട്ടെന്നൊരു ജോലി നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ അഥവാ നമ്മളൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു, നമ്മൾ പോയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തപ്പോൾ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല, റിജക്റ്റായി. വളരെയധികം സങ്കടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ കുറേ സമയം കളയും. പിന്നെ നമുക്ക് ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പിന്നെ 1500 കളയേണ്ടി. അത് ഒരു മാസം 1500 ദിർഹം. നല്ലൊരു തുകയാണ്. ഇവിടെ 35 അടുപ്പിച്ച് രൂപ വില. അത് നമ്മളിവിടെ കൊടുക്കേണ്ടി വരും 35,000 നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാതെ ചെയ്തേ വരാവൂ, അല്ലെങ്കിൽ ജോലി കിട്ടത്തില്ല. മസ്റ്റാണ് കാര്യം. എൻ്റെ അനുഭവം കൊണ്ടാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ കമ്പനിയുടെ ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ഞാൻ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വെരിഫൈയും ചെയ്തായിരുന്നു, ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തായിരുന്നു. സോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നീളം കൂടിയെന്നറിയാം, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഇനിയും കുറേ പേര് ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. എല്ലാവർക്കും ഞാൻ ദുബായിലത്തേക്ക്, അതായത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഗൾഫിൽ കയറി വരിക എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് 2 കൂടെ കാണും. എന്തായാലും ഞാൻ അവിടെ നോർക്ക സെൻറ്ററിൽ നേരിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ എൻ്റെ ഐഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയയ്ക്കുക. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഇസ് മീ ജഫ്രാൻ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.